ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 230. നമ്മൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിലെ 53-ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ 14 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അപ്പം ഇത് ആ പരമാത്മാവിനെ പറ്റിയുള്ള ഉത്തരം തന്നെയാണ് യമരാജൻ നചികേതസ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ സനാതന പരമാനന്ദം, സനാതനമായ പരമാനന്ദം. സനാതനം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. പ്രപഞ്ചം എന്നും നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ചം എന്നും നിലനിൽക്കുന്നത് അല്ല, ഇത് നശിച്ചു പോകും. പിന്നെ ഇവിടെ ബാക്കിയാകുന്നത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം അനന്തമാണ്, അതിന് രൂപവും ഭാവവും. അതാണ് ഈശ്വരനായിട്ട് നമ്മൾ കാണേണ്ടത്. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അത് മുഴുവനല്ല, അതിൽ നിന്നും ഒരു ചെറിയ കടുകുമണിയോളം അംശമാണ് ഇന്നുള്ള 14 ലോകങ്ങളുമായിട്ട് മാറിയത്. അപ്പം ഇത് നിർഗുണമാണ്, അത് ശാന്തമാണ്, അത് ജ്ഞാനമാണ്. ജ്ഞാനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കുമ്പോഴാണ് സനാതനമായ ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലെത്തുമ്പോൾ ആ ബ്രഹ്മം നിർവികാരമായ, എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ, നമ്മളീ പറയുന്ന ആത്മീയൊന്നും എല്ലാത്തിലും ബ്രഹ്മത്തെയൊന്നും ദർശിക്കാൻ പറ്റിയിട്ടില്ല. അവർ എണീക്കുമ്പോൾ തന്നെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അതൊന്നും സനാതനമല്ല. സനാതനം എന്ന് പറഞ്ഞാൽ നിർഗുണമായ ബ്രഹ്മം, എന്നും നിന്ന് നിലനിൽക്കുന്ന ബ്രഹ്മം. ആ ജ്ഞാനത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അത് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് പരമാനന്ദമായ ആ ആനന്ദം ലഭിക്കുന്നത്. ആ ആനന്ദം ലഭിച്ച ആ ശാന്തി, അപ്പോഴേ മനസ്സ് ശാന്തമാവുകയുള്ളൂ. ബാക്കിയുള്ളപ്പോഴെല്ലാം മായയിൽ അകപ്പെട്ടിട്ട് എന്തെല്ലോ നേടാൻ വേണ്ടി കർമ്മത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. അതെല്ലാം വിട്ടിട്ട് ശാന്തമായി, മനസ്സ് ശാന്തമായി ആ പരമാത്മാവിൻ്റെ അവസ്ഥയിലേക്ക്, നിർഗുണമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ശാന്തി ലഭിക്കുന്നത്. അതാണ് യഥാർത്ഥ ശാന്തി, അതാണ് യഥാർത്ഥ പരമാനന്ദം. ആ ജ്ഞാനം പ്രാപിച്ച മനുഷ്യർ അപ്പോൾ അവർ പറയും ബ്രഹ്മത്തെ പറ്റി എങ്ങനെയാണ്. യഥാർത്ഥ ആ ലെവലിൽ എത്തുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ തരത്തിൽ. അവർക്ക് പറയാനൊന്നും പറ്റില്ല, കാരണം അവർ നമ്മളെയെല്ലാം വിട്ടിട്ട് പോയവരാണ്. നമ്മളുമായിട്ടെല്ലാം ഉപേക്ഷിച്ച് ഒരു ബന്ധവുമില്ലാതെ ഇതെല്ലാം മായയാണെന്ന് വെച്ച് പോയവരാണ്. പിന്നെ പറഞ്ഞു തരില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇവിടെ, അവർ അന്നേരം സ്വയം ഇങ്ങനെ ചിന്തിക്കും. എന്താണ് ചിന്തിക്കുക? അവർ അതിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലാതെ പറഞ്ഞൊന്നും തരില്ല. കാരണം അവർ നമ്മളുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു, പിന്നെ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മജ്ഞാനം നേടിയവർ അവർ സ്വയം ഇങ്ങനെ ചിന്തിക്കും. അതിനെ വർണ്ണിക്കുവാൻ മനസ്സിനും വാക്കിനും കഴിയില്ല. ആ ബ്രഹ്മത്തെ വർണ്ണിക്കാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കഴിയില്ല. ഈശ്വരൻ എന്താണ്, ആ ബ്രഹ്മം എന്താണ്, പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഏതിൽ നിന്നുണ്ടായോ അതെന്താണ് എന്ന് വർണ്ണിക്കാൻ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പറ്റില്ല എന്ന് ഋഷികളാണ് പറയുന്നത്. ഇവിടെ ആ ജ്ഞാനം നേടിയവർ സ്വയം മനസ്സിൽ ചിന്തിക്കുന്നു. അതിനെ വർണ്ണിക്കുവാൻ മനസ്സിനും വാക്കിനും കഴിയില്ല. അലൗകികവും സർവോപരിയായ ആനന്ദവും നൽകുന്നതാണ് അത്. അത് ഔലൗകികമാണ്. സർവോപരിയായ ആനന്ദം, ഏറ്റവും ഉപരിയായ ആനന്ദം. അതായത് മനസ്സ് ആ അവസ്ഥയിലേക്ക് ശാന്തമായി തീരുന്നതാണ് ആനന്ദം. ഉദാഹരണമായിട്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കിട്ടുന്ന എപ്പോഴാണ്? ഗാഠനിദ്രയിലാണ്. അപ്പോൾ ഞാനില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണെങ്കിലും ഗാഠനിദ്രയിൽ അവൻ സുഖനാണ്, ഒരു പ്രശ്നവുമില്ല. കാരണം അപ്പം ഞാനെന്ന ചിന്തയില്ല. അങ്ങനെ ഞാനെന്ന ചിന്ത ഇല്ലാതാകുന്ന അവസാനത്തെ അവസ്ഥയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ അവൻ എന്താണ്? പൂർണ്ണമായ ശാന്തിയാണ്. നല്ല പരമാനന്ദമാണ്. പരമാത്മ പുരുഷോത്തമൻ
അതാണ് പരമാത്മ പുരുഷോത്തമൻ. ആ അവസ്ഥയിലുള്ളതാണ് പരമാത്മ പുരുഷോത്തമൻ. അപ്പോൾ മനസ്സിലാക്കിയ വ്യക്തി പിന്നെ ചിന്തിക്കുന്നത് എന്താണ്? ആ പരമാനന്ദമായ അവസ്ഥ, നിർഗുണമായ അവസ്ഥ, ആ അവസ്ഥയെ ഞാൻ ആ പരോക്ഷ രൂപത്തിൽ എങ്ങനെ അറിയും? ആ പരോക്ഷ രൂപത്തിലാണ് എങ്ങനെ അറിയേണ്ടത്? അതിൻ്റെ ജ്ഞാനം ഏത് രീതിയിൽ സംഭവിക്കും? അതിൻ്റെ ജ്ഞാനം, അതിനെപ്പറ്റിയുള്ള അറിവ് എങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ? പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. ആ പൂർണ്ണജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ജ്ഞാനമടക്കം നേടുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് എന്ന് അവൻ ചിന്തിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ, ഈ പറയുന്ന ബ്രഹ്മത്തെ ഋഷികൾക്കും മനസ്സിലായിട്ടില്ല. ഋഷികളാണല്ലോ ഇത് എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ചിന്താഗതിയാണ് അവർ പറയുന്നത്. അവരൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരാണെങ്കിൽ പിന്നെ എഴുതി വെക്കുന്ന പരിപാടിയൊന്നുമില്ല, പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ആ അവസ്ഥ എന്താണെന്ന് അവർക്ക് പിന്നെ നമുക്ക് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. അവർക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണ് സ്വയം ചിന്തിക്കുന്നത്, അതിനെ പൂർണ്ണമായിട്ട് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് പോലും ആ ബ്രഹ്മത്തിൻ്റെ അതിരുകൾ എന്താണ്, അത് എതുവരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ള അവർക്ക് പോലും മനസ്സിലാവില്ല എന്ന് ഋഷികൾ ഇവിടെ എഴുതി വെക്കുകയാണ്. ഇപ്പം ഋഷികൾക്ക് അതിൻ്റെ അടുത്തേ എത്തിയിട്ടില്ല, കാരണം അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരുമല്ല. അതുകൊണ്ട് ഋഷികളടക്കം പറയുന്നു ആ ഈശ്വരനെ മനസ്സിലാക്കാൻ ഒരാൾക്കും പറ്റില്ല, അതിനെ പറ്റി ചിന്തിക്കാൻ അതിൻ്റെ അടുത്തേ എത്താൻ പറ്റില്ല. അത് അത്രയും വ്യാപിച്ചു കിടക്കുന്ന എന്തോ ഒന്നാണെന്നേ പറയാൻ പറ്റും. പക്ഷേ അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ജ്ഞാനം എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയേണ്ടത്? വഴിയൊന്നുമില്ല. ഇനി 15 പറയാണ്, ആ സ്വയം പ്രകാശിക്കുന്ന പരമേശ്വരനെ, സ്വയം പ്രകാശിക്കുന്ന, അത് സ്വയം പ്രകാശിക്കുകയാണ്. സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാമായിട്ട് സൂര്യനെല്ലായിട്ട് അതാണ് പ്രകാശിക്കുന്നത്. അതിന് രൂപവും ഭാവമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് വേണമെങ്കിൽ സ്വയം സൂര്യനെല്ലായി വന്നിട്ട് ഇങ്ങനെ പ്രകാശിക്കാം, പല വസ്തുക്കളായിട്ട് വന്നിട്ട് പ്രകാശിക്കാം, നമ്മളെ രൂപത്തിൽ വന്ന് പ്രകാശിക്കാം. ആ സ്വയം പ്രകാശിക്കുന്ന പരമേശ്വരൻ മുതൽ ആ പരമേശ്വരനെ അതിൻ്റെ മുന്നിൽ, പരമേശ്വരൻ്റെ മുന്നിൽ സൂര്യൻ പോലും പ്രകാശിക്കുകയില്ല. അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന പ്രകാശവാനായ ആ പരമേശ്വരൻ്റെ മുന്നിൽ സൂര്യന് പോലും പ്രകാശിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. സൂര്യൻ്റെ നിസ്സാരം, അതിൻ്റെ ഒരു ചെറിയ അംശത്തിൽ നിന്നായി പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരുന്ന അതിലുള്ളൊരു ചെറിയതാണല്ലോ സൂര്യൻ. അപ്പം സൂര്യനൊന്നും അതിൻ്റെ മുന്നിൽ പ്രകാശിക്കില്ല. സൂര്യപ്രകാശത്തിൻ്റെ മുന്നിൽ മിന്നാമിനിങ്ങനെ പ്രകാശം നഷ്ടപ്പെടുന്നത് പോലെ സൂര്യൻ പ്രകാശിക്കുന്നിടത്ത് ഒരു മിന്നാമിനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം പ്രകാശിക്കുമോ? പുറത്തു വരുമോ? വരില്ല. അതുപോലെ സൂര്യൻ്റെ തേജസ്സും ആ അറ്റമില്ലാത്ത അതിൻ്റെ പ്രകാശത്തിൻ്റെ മുൻപിൽ, ആ തേജസ്സിൻ്റെ മുമ്പിൽ ലുപ്തമായിത്തീരുന്നു. അതായത് സൂര്യൻ്റെ തേജസ് പോലും അറ്റമില്ലാത്ത പ്രകാശമുള്ള ആ പരമാത്മാവിൻ്റെ മുമ്പിൽ നിഷ്ഫലമായിത്തീരുന്നു, ശോഭിക്കാതെ ആയിപ്പോയി പോകുന്നു, ലുപ്തമായിത്തീരുന്നു. ചന്ദ്രനും വൈദ്യുതിയും നക്ഷത്രങ്ങളും ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കില്ല. സൂര്യനും പ്രകാശിക്കില്ല, സൂര്യൻ പ്രകാശിക്കില്ല, പിന്നെ ചന്ദ്രൻ പ്രകാശിക്കില്ല എന്നുള്ള, അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ചന്ദ്രന് പോലും സൂര്യനിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. ചന്ദ്രനും പ്രകാശിക്കില്ല. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനെക്കാട്ടി വലിയ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് പോലും പ്രകാശിക്കാൻ പറ്റില്ല, വിദ്യുത്തിനും പ്രകാശിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും അതിൻ്റെ മുന്നിൽ പ്രകാശിക്കുകയില്ല. പിന്നെ അഗ്നിയുടെ കാര്യം പറയണം. അപ്പം പിന്നെ ഈ ഒരു അഗ്നിയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നിനും അതിൻ്റെ മുൻപിൽ പ്രകാശം മുന്നിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ആ ശക്തിയുടെ പ്രകാശത്തിൻ്റെ
ചെറിയ അംശം സ്വീകരിച്ചാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത്. കാരണം അതിൻ്റെ പ്രകാശത്തിൽ നിന്നും പ്രഭയിൽ നിന്നും ഒരു ചെറിയ അംശം എടുത്തിട്ടാണ് ഈ സൂര്യനെല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ അതിനൊന്നും പ്രകാശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ ഇവക്കൊന്നും തന്നെ അതിൽ നിന്നും ഉണ്ടായ അത് തന്നെയായി മാറിയ ഇവക്കൊന്നും അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കാൻ പറ്റില്ല. ആ സംഗതിയാണ് പരമാത്മാവ് അല്ലെ പരബ്രഹ്മം എന്ന് പറയുന്നത്. നീ ചോദിച്ച നചികേതസോട് പറയുകയാണ്, നീ എന്താണോ ബ്രഹ്മതത്വം ചോദിച്ചത് ആ ബ്രഹ്മത്തെ പറ്റിയാണ് ഞാനിപ്പം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ മുമ്പിൽ ഒന്നും പ്രകാശിക്കാൻ പോകുന്നില്ല. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും അതിനെ വർണ്ണിക്കുവാൻ കഴിയില്ല. കാരണം അതിന് രൂപവും ഭാവവും ഇല്ല, അതിനളവില്ല. അത് ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് ഋഷികൾക്കും മനസ്സിലായിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ പോയി അതിൽ ലയിക്കുകയാണ്. ഇപ്പോൾ ഒരു നദി പോയിട്ട് ഒരു ചെറിയ നദി പോയി കടലിൽ ചേർന്ന് കഴിഞ്ഞാൽ നദിക്ക് കടലിൻ്റെ അറ്റം മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു സമുദ്രത്തിൻ്റെ അറ്റത്തേക്ക് ഒരു നദിയോ തോടോ പോയിട്ട് ചേരുകയാണെങ്കിൽ അതിനാ മൂലൊക്കെ മാത്രം അറിയാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണം പറയുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നതും അതിലുള്ള എന്തെങ്കിലും പ്രകാശിക്കുന്നുണ്ട് അതെല്ലാം ആ രൂപത്തിൽ പ്രകാശിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞാൽ തിരിച്ച് അതിൽ തന്നെ പോയി ലയിക്കുക. ലയിച്ചാലും ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് അതിനെപ്പറ്റി പൂർണ്ണമായ ജ്ഞാനം അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഋഷികൾക്കും അത്രയും പറഞ്ഞു നിർത്തി. എന്തോന്നുണ്ട്, അപ്പോൾ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തോന്നുണ്ട്, ഉണ്ട്. അതൊരു ശക്തി വിശേഷമാണ്. ആ ശക്തിക്ക് അളവില്ല. ചെറുതിൽ ചെറുതും വലുതും വലുതുമാണ്. എന്തോന്നാണ്. ഇത്രയും ഋഷികൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ശാസ്ത്രലോകത്തിനും അത്രയേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും കടന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്തൊക്കെ രൂപമുണ്ടെങ്കിലേ നമുക്ക് തൊട്ട് നോക്കിയിട്ടോ മണപ്പിച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഉപകരണങ്ങളിലൊക്കെ എല്ലാം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതിൻ്റെ രൂപവുമില്ല ഭാവവുമില്ല ഒന്നുമില്ലാത്തൊരു സംഗതിയാണ്.